ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുറേ പേരുണ്ട് ഗൈസ്, ഞങ്ങൾ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. സോ കുറച്ച് പേര് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, കുറച്ച് പേര് നിങ്ങൾക്ക് ഇത് ഇയാളെ അറിയുണ്ടാവും. നമ്മളെ ഷോർട്ട് ഫിലിം കാണുമെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ അറിയുണ്ടാവും. നമ്മളെ CID ഷോർട്ട് ഫിലിം ഉണ്ടെന്നതാണ് അമൃത. അല്ല, ശരിക്കുള്ള പേര് നിയാന്നാണ്. പിന്നെ ഞാൻ ദേവു, ഇത് അനു, ഇത് ദിയമോള്. എക്സെപ്റ്റ് ദിസ്, ഇത് നിയേൻ്റെ അനിയനാണ്. അനിയൻ്റെ പേര് നിവിൻ. വീട്ടിൽ വിളിക്കണ പേര് പറയണോ? ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം അത് ആദിമോനെ പിന്നെ എല്ലാവർക്കും അറിയാലോ. സോ നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയണത് ഇമ്പോസ്റ്റർ ചാലഞ്ചാണ്. ഇപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ. ഒരു ടോപ്പിക്ക് കുറേ പേരോട് പറഞ്ഞിട്ട് ഒരാളോട് മാത്രം ഇമ്പോസ്റ്റർ എന്ന് പറയും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ അമ്മയാണ് നമുക്ക് ടോപ്പിക്ക് പറഞ്ഞിരുന്നത്. ഒരു ടോപ്പിക്ക് മീൻസ് എന്തെങ്കിലും നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേര് അമ്മ പറയും. അത് എല്ലാവരോടും കൂടെ അല്ല പറയാം, ഓരോരുത്തരുടെ ചെവിയിൽ വന്നിട്ട് പറയും. അതിൽ ഒരാളുടെ ചെവിയിൽ ഇമ്പോസ്റ്ററിനെ പറയുള്ളൂ. അയാൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയില്ല. എന്നിട്ട് ആ ടോപ്പിക്ക് ആർക്കാണോ അറിയുന്ന ആൾക്കാരും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. അറിയാത്ത ആൾ അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവർ പറയണതിൽ ഒരു ക്ലൂ ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ളവർ കണ്ടുപിടിക്കണം ആരാണ് ഇതിൽ അറിയാത്ത ആള് എന്നുള്ളത്. അതാണ് സത്യം പറഞ്ഞ മനസ്സിലായി. ഒരു റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരോടും ടോപ്പിക്ക് പറയാണ് ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും ഉള്ള ഒരു സംഭവമാണ് അത്. ചില വീട്ടില് വീടിൻ്റെ ഉള്ളിലും ഉണ്ടാക്കലുണ്ട്, ചില ഇതിൽ ഔട്ടിലും ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾക്ക് ഒരു എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പം ഉപയോഗിക്കാം. അത് കടകളിൽ നിന്നാണ് വാങ്ങുന്നത്. അത് ഡെയിലി ലൈഫിൽ വളരെ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ചിലപ്പോൾ കോമൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ റൂമുകളിലും ഉണ്ടാവും. എനിക്ക് മനസ്സിലായി. അതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ടാവും. അത് നമ്മളുടെ വയറ് വേദനിക്കുമ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതിൽ നമ്മൾ പോയ അവിടെ ഒന്നിനും പറ്റൂല, അവിടെ ഒരു കാര്യത്തിനേ പറ്റുള്ളൂ. അത് ഞാൻ പറയുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രമേ പറ്റുള്ളൂ. അത് വെള്ള കളറാണ്. അത് എന്താ പറയാ, പുതിയ പുതിയ പാട്ടുകാരൊക്കെ ഉണരുന്നത് അവിടെ നിന്നാണ്. ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാൻ 3, 2, 1. എല്ലാരും ഇമ്പോസ്റ്ററാണോ? ഞാനും നിവിൻ. ശരിക്കും ആരാ ഇമ്പോസ്റ്റർ? ബാക്കി എല്ലാവർക്കും കിട്ടിയാണോ? വിചാരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കറക്റ്റ് ആൻസർ തന്നെ പറയണം. അപ്പൊ തെറ്റ് പറയാൻ പറ്റുമോ? കറക്റ്റ് പറയണം, അതിനെ പറ്റി പറയണം. ഇല്ല, ഞങ്ങൾക്ക് കിട്ടിയത് ടോയ്ലറ്റ് ക്ലോസറ്റ് അല്ലേ? ഞാൻ
നെക്സ്റ്റ് റൗണ്ടിനുള്ള ടോപ്പിക് പറഞ്ഞു കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ തുടങ്ങണ്ടേ? ഞാൻ ഏറ്റവും വെറുത്തു പോയൊരു സ്ഥലം. ഇത് ഇമ്പോസ്റ്റർ അല്ലാത്ത ആൾക്കാർക്കൊക്കെ മനസ്സിലായി സംഭവമൊക്കെ ഏറെക്കുറെ. അത് നമ്മളെ ഈ പൂക്കുടുംബാടത്ത് എല്ലായിടത്തും ഉണ്ട്. എനിക്ക് മാക്സിമം ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലം അതാണ്. മാക്സിമം ഒട്ടും ഇഷ്ടമല്ലാത്ത സ്ഥലം. ഓക്കെ. എപ്പോഴും പോകുന്ന സ്ഥലം. എപ്പോഴും പോകുന്ന സ്ഥലം. കുട്ടികൾ പോകുന്ന സ്ഥലം. നമ്മുടെ ഒരു കരിയറിൻ്റെ ഒരു എന്താ ഏറ്റവും കൂടുതൽ ഭാഗം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. നമ്മുടെ ലൈഫിൻ്റെ കരിയറിൻ്റെ അല്ല, നമ്മുടെ ലൈഫിൻ്റെ ഒരു മെജോറിറ്റി സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. നിനക്ക് ചെറിയ കുട്ടിക്ക് പോവാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം. ചില കുട്ടികൾ നടന്നു പോകാറുണ്ട്, ചില കുട്ടികൾ സ്കൂൾ ബസ് പോകാറുണ്ട്, അങ്ങനെ പോകാറുള്ള സ്ഥലം. നമ്മൾക്ക് ജോബ് കിട്ടണ കാരണം ജോബ് കിട്ടണത് ജോബ് കിട്ടണതാണ് സെലക്ട് ചെയ്യല്ലേ? കഴിഞ്ഞു. നമ്മൾ ബുക്കും കൊണ്ട് കൊണ്ടുപോകുന്ന സ്ഥലം. മനസ്സിലായിട്ടല്ല. സെലക്ട് ചെയ്യല്ലേ? 3, 2, 1. ഇവന് മാത്രം പോയിന്റ് ഇല്ല, ബാക്കി ഞങ്ങൾക്കൊക്കെ പോയിന്റ്. പൂക്കുടുംബാടത്ത് എല്ലായിടത്തുള്ള സ്ഥലം. പൂക്കുടുംബാടത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? സ്കൂള്. സ്കൂൾ ബാക്കി എല്ലാവർക്കും സ്കൂൾ കിട്ടി. അനുവിനെ മാത്രം, അനു ആയിരുന്നു ഇമ്പോസ്റ്റർ. നമ്മൾ എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷനാണ് ഇത് ഉപയോഗിക്കുക. രാത്രി കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലം. നമ്മൾ കിടക്കുന്ന സ്ഥലം. നമുക്ക് ആ സാധനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വെക്കല്, നമുക്ക് സ്വന്തമായിട്ട് ആ സ്ഥലം ഉണ്ടാവും. എൻ്റെ റൂമിലുള്ളൊരു സംഭവമാണ്, ഈ വീട്ടിൻ്റെ റൂമിലുള്ള സംഭവമാണ്. അതിൽ കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം. നമ്മൾ രാത്രി എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. നമ്മൾ മിക്ക സാധനങ്ങളും അവിടെ ആ ഒരു സ്ഥലത്താവും വെക്കുക. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലം. ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചോ? ഞാൻ അതെന്താണ് ടോപ്പിക്ക്? ആണോ? മെട്രോ ഞാൻ കേട്ടെ. ഞാൻ കേട്ടത് മെട്രോ ഞാൻ കേട്ടെ. സാധനങ്ങളൊക്കെ അവിടെ വെക്കുന്നപ്പോ ദൈവം മെട്രോയിലാണ് സാധനം വെക്കുന്നത്. പിന്നെ എല്ലാരും രാത്രി കൊറേ കിടക്കണ സ്ഥലം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അറിയാതെ എന്റെ റൂമിൽ ഒരു സംഭവം എന്ന് പറഞ്ഞു. റൂം പറഞ്ഞു ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ കരുതി മെട്രോക്ക് റൂമിൽ ഞാൻ ഇമ്പോസ്റ്റർ ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇമ്പോസ്റ്റർ അവിടെയായിരുന്നു. ഞാൻ ഇന്നെല്ലാരും ഇപ്പൊ കാണിക്കും വിചാരിച്ചിട്ട് എല്ലാരും അവിടെ കാണിച്ചു. നെക്സ്റ്റ് ഈ വീട്ടിൽ അത് 5 എണ്ണം ഉണ്ട്. അത് പല കമ്പനീൻ്റെ ഉണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പെട്ടെന്ന് പറയണ പെട്ടെന്നില്ല. എനിക്കെന്തെങ്കിലും കിട്ടണ്ട ഇനി. എല്ലാവരുടെ വീട്ടിലും അതുണ്ട്. മൂവിയൊക്കെ അതില ഷൂട്ട് ചെയ്യല്.
നിനക്ക് ഇത് അവസാനം മനസ്സിലായി, ചിരിച്ചതിന്റെ കാരണം മനസ്സിലാവും എന്താന്ന് അറിഞ്ഞാല്. അവിടെ നമ്മൾ കുളിക്കുന്ന സ്ഥലമാണ്. ഓക്കെ മനസ്സിലായി, ആള് മനസ്സിലായി. നമ്മുടെ വീട്ടില് ഉണ്ടാവുന്നത് വെള്ളമൊക്കെ ഉണ്ടാവും. പല ഷേപ്പിലുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത് വേണം. അത് പല സൈസിലുണ്ടാവും. ഇനിയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാ. ദൈവമേ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ. അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. സെറ്റ്. അതിൽ കുറെ സർക്കിൾസ് ഉണ്ടാവും. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോ ആദ്യം അതാണ് നിർമ്മിക്കാറ്. ഇനി പറയട്ടെ, അത് ഞാൻ പറഞ്ഞത്. ഓള് ക്യാമറ കേട്ടിട്ടുള്ളത് ഞാൻ ചെവിയിൽ വന്ന് പറഞ്ഞില്ലേ. റൗണ്ട് കൂടെ പോവാ. എനിക്ക് തോന്നി പിന്നെ ദിയമോളാണോ, കാരണം ഓൾ എന്തൊക്കെയോ പറയണ്. അതില് കുളിക്കാനൊക്കെ പറ്റുന്ന പറയണ്. ഞാനും കിണറില് കുളിക്കാനോ കുളിക്കാ. പക്ഷെ എനിക്ക് പിന്നെ ഡൗട്ട് അടിച്ചു. ഈ വീട്ടിൽ അത് 2 ഉണ്ട്. അതിനുള്ളിൽ നല്ല തണുപ്പാ. അതിൽ നമ്മൾ ഫുഡ് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യും. അതിനുള്ളിൽ ഐസ്ക്രീംസ് ഒക്കെ വെക്കും. അതിൻ്റെ ഉള്ളിൽ വെള്ളം വെക്കും. അതിന്റെ പുറത്തും സാധനങ്ങൾ വെക്കും. ഇപ്പം എല്ലാവരും കറന്റ്ലി അത് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ചൂടായതുകൊണ്ട്. അത് പല സൈസിലും അവൈലബിൾ ആണ്. ഐസ് ഉണ്ടാക്കാൻ പറ്റും. ഐസ് അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അത് പല കളറുകളിലുണ്ട്. സ്റ്റോർ ചെയ്ത് വെക്കുന്ന, കേട് വരാതെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം. ആ ഓക്കെ. 3, 2, 1. ആരെ ഇമ്പോസ്റ്റർ ആരാണ്? ഞാൻ ഫസ്റ്റ് 1 പറയണോ 2 പറയണോ 5 പറഞ്ഞാലോ വിചാരിച്ചിരുന്നു. ഫ്രണ്ട്സ്, ഇനി ഞാനാണ് ടോപ്പിക്ക് പറയണത്. അമ്മയാണ് കളിക്കണത്. ഓക്കെ, ഞാൻ ടോപ്പിക്ക് പറയട്ടെ. ഓക്കെ. നമുക്ക് മൊഞ്ച് കൂടാനൊക്കെ ഇത് യൂസ് ചെയ്യും. അത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇടും. ആ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ദിവസം വില കൂടും. എൻ്റെ കയ്യിലുണ്ട്. ഒരുവിധപ്പെട്ട ലേഡീസിനൊക്കെ അത് ഇഷ്ടമാണ്. ലേഡീസിനായിട്ടാണ് ഉദ്ദേശിച്ചത്, ജെൻസിന് അങ്ങനെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. സംഭവം ഒരു ആഡംബരം സെറ്റപ്പാണ്. പല ഷേപ്പുകളിലും ഉണ്ട്. അത് ചിലപ്പോൾ വീട്ടിലിടും. അത് നോക്ക്, ഞാൻ പറയട്ടെ. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി. അതിന് നല്ല വില കൂടുതലാണ്. അതിൽ കോപ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്ട്രോങ് അല്ലാത്തൊരു മെറ്റലാണ്. പിന്നെ എന്താ പറയുക, ഒരാളെ ഒരു കള്ളനെ കള്ളനാക്കുന്നത്. ആദി പിന്നെ എവിടുന്നാ അവൻ പറഞ്ഞു പല ഷേപ്പിലാന്ന്. സത്യല്ലേ? ആണോ? ചേച്ചിയെ ഞാനിന്ന് അവിടെ വെക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദിയമോക്ക് ഒരു റൗണ്ടും കൂടെ വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഇവർക്ക് പോവാൻ നേരായി. അപ്പം മതി എന്ന് പറഞ്ഞപ്പോൾ ദിയമോട് തെറ്റിപ്പോയേക്കാണ്. അതെ, നിങ്ങൾ നാളെ വരുന്നതായിരിക്കും. നാളെ നമ്മുടെ പുതിയൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തുകൂടിയതാണ് എല്ലാവരും. അപ്പം ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഒന്ന്
റിലാക്സ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു, ഒന്ന് ഗെയിമൊക്കെ കളിച്ച് പോവാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓൾറെഡി ഇമ്പോസ്റ്റർ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ വീഡിയോ എടുക്കാം പറഞ്ഞിട്ട്. അതെ അതെ അതെ, എന്നാ നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.